Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.0.2 ഒഫീഷ്യലി റിലീസ് ആയിക്കാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 268 MB-ലാണ് ഐഫോൺ 13-ൽ. അല്ല പല ഡിവൈസിലും പല സൈസിലായിരിക്കും ആ ഒരു അപ്ഡേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ വാച്ച് അൾട്രക്ക് വേണ്ടി മാത്രം 9.0.1 എന്നൊരു അപ്ഡേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു iOS 16.0.2 വിശേഷങ്ങൾ പറയുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതുതായി റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിലെ ബിൽ നമ്പർ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നിന്ന് നേരെ നമ്മൾ ജനറൽ അവിടെ എബോർഡ് സെക്ഷനിൽ പോയിട്ട് നമ്മൾ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 20380 എന്ന, അതായത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫേംവേറിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ബഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഐഫോൺ 14 പ്രോയിലും പ്രോ മാക്സിലും നമ്മുടെ ക്യാമറക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ക്യാമറ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു ക്യാമറ പോർഷനിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ സിറ്റുവേഷനിൽ ക്യാമറ ഫുൾ ടൈം ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നു, ബ്ലർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസ് നമ്മുടെ ഈ ഒരു അപ്ഡേഷനോടെ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഐഫോൺ 14 പുതിയത് നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായ ഐഫോൺ നമ്മുടെ പുതിയ ഐഫോൺ 14-ലേക്ക് നമ്മൾ ഡാറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പുതുതായിട്ട് ബൂട്ടപ്പ് ചെയ്യുമ്പോഴും ബ്ലാക്ക് ആയിട്ട് ഡിസ്പ്ലേ വരുന്നു. അതേപോലെ ഫിസിക്കൽ സിമ്മിൽ നിന്ന് ഈ സിമ്മിലേക്ക് മാറ്റുമ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഫുള്ള് ബ്ലാക്ക് ആവുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മുടെ ഈ പറഞ്ഞ iOS 16.0.2-ൽ അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും അനോയിങ് ആയിട്ടിരുന്ന ഒരു പ്രോംപ്റ്റും നമ്മുടെ ഈ പറയുന്ന ഈ ഒരു അപ്ഡേഷനിൽ നിന്ന് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് കട്ട് ആൻഡ് കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞെക്കി. ഈ ഒരു പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ iOS 16-ൽ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും, അലോ പേസ്റ്റ്, ഡോണ്ട് അലോ പേസ്റ്റ് എന്നുണ്ട്. ആ ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു വൃത്തികെട്ട പരിപാടി ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിലൂടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ പറയുന്ന അപ്ഡേഷനിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു മാറ്റമാണ്. പിന്നീട് ഐഫോൺ 10, ഐഫോൺ 11-ലൊക്കെ നമുക്ക് ടച്ച് റെസ്പോൺസ് ചില അപ്ഡേഷൻസ്, അതായത് ചില ആൾക്കാർക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്നില്ല. അതേപോലെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ നിൽക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. അങ്ങനെ ഇറഗുലർ ടച്ചിങ് പാറ്റേണും നമ്മുടെ ഈ പറയുന്ന ഐഫോൺ എക്സ്, ഐഫോൺ 11 എന്നീ പറഞ്ഞ ഡിവൈസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബഗ്ഗും നമ്മുടെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനോടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടച്ച് റെസ്പോൺസിൻ്റെ ഇറഗുലാരിറ്റി എല്ലാ ഫോണുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചില ഫോണുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കൂട്ടർക്കും ആ ഒരു ബഗ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നീട് എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഈ ഒരു 16 അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോറേജ് ബഗ്ഗിൽ എന്തെങ്കിലും മാറ്റമാണോ? സ്റ്റോറേജ് ബഗ്ഗിൽ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും iOS 16.0.2-ലും അത്യാവശ്യം നല്ല സ്റ്റോറേജൊക്കെ വലിക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം ഡാറ്റയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചധികം ടൈം തന്നെ ആക്ച്വലി ഇവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ഡാറ്റാസൊക്കെ ലോഡ് ആവാൻ വേണ്ടി. നമ്മൾ നേരെ താഴത്തേക്ക് പോവാം. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും 9.1.9 ആണ് iOS ഡാറ്റ. ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് ഇപ്പോൾ കാണിച്ച് കൂട്ടിത്തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിസ്റ്റം ഡാറ്റ ആണെങ്കിൽ 44.16 GB ആണ് എൻ്റെ ഡിവൈസിൽ സിസ്റ്റം ഡാറ്റയായിട്ട് അവർ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാറ്റാസും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജും അത്യാവശ്യം നല്ല രീതിക്ക് കൺസപ്ഷൻ ചെയ്യുന്നുണ്ട് ഈ iOS 16.0.2-ൽ. നമുക്ക് ഈ പറഞ്ഞ സ്റ്റോറേജ് മാനേജ്മെൻറ്റിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ആപ്പിൾ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം കുറച്ചധികം ആപ്സുകളും കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒന്നും കുറേ അധികം കാര്യങ്ങളൊന്നും വലിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല സിസ്റ്റം ഡാറ്റ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വലിക്കുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല.
നേരത്തെ iOS 16 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കുറച്ച് ലാഗ്, കുറച്ച് ഫ്രെയിം ഡ്രോപ്പൊക്കെ വന്നിരുന്നു. അത് വലിയ കാര്യങ്ങളല്ല, എന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിപ്പം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന ഐഫോൺ ഈ ഒരു ഡിവൈസ് ഞാൻ ഈ അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തേർമലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് ചെറിയ ചൂട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഞാൻ ഷൂട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ട് എൻ്റെ ഈ ഡിവൈസ് എടുത്തപ്പോഴും എനിക്ക് ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് ചൂട് എന്തായാലും ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടോട്ടും ഞാൻ പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബാറ്ററിയുടെ ലൈഫൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 89% ഇപ്പോഴുള്ള ഈ ഒരു ബാറ്ററിയുടെ എൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഈ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ 8 മണിക്കൂറും 42 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 1 മണിക്കൂറും 11 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി യൂസിങ് ഞാൻ ഈ ഒരു ഡിവൈസിൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റായ നല്ലൊരു ബാറ്ററി ലൈഫും എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന iOS 16.1 നമുക്ക് ഒഫീഷ്യലി ഇന്ന് റിലീസ് ആവുമെന്ന് വെച്ചാൽ നമ്മുടെ iOS 16.1ൻ്റെ അടുത്ത അപ്ഡേറ്റ് നമുക്ക് അടുത്ത വീക്കിലായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഒക്ടോബറിൽ ഐപാഡിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐപാഡിൻ്റെ ഇവൻറ്റിൽ കൂടെ തന്നെ macOS വെഞ്ചൂറയും iPad 16.1ഉം പിന്നെ ഈ പറയുന്ന iOS 16.1ഉം watchOS 9.1ഉം ഒഫീഷ്യലി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ സ്കെഡ്യൂൾസ് നമ്മൾക്ക് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16.0.2ൻ്റെ പുതിയ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. പിന്നീട് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. പിന്നീട് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും പുതിയ അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.